ഹായ് നമസ്കാരം. വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞായറാഴ്ചയായിട്ട് ഇന്നൊരു പരിപാടിയില്ല. ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നാണ് കേട്ടോ. ബാങ്ക് വിളിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടായിരിക്കൂലേ? അപ്പം ഞാൻ വേറെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചാണ്, പക്ഷെ അത് ഇടാൻ പറ്റിയല്ല കേട്ടോ, കോപ്പിറൈറ്റ് അടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊരു വീഡിയോ എടുത്താണ്. ഞായറാഴ്ചയായിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടിയൊക്കെ? ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുവാണ് കേട്ടോ. അതുകൊണ്ടിക്ക് ഇന്നൊരു ഭയങ്കര ക്ഷീണമാണ്. കാരണം ഒരുപാട് ക്ഷീണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കള്ളച്ചെറുക്കൻ അങ്ങ് പിണങ്ങി. കുറേ നാളായില്ലേ തെറാപ്പിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കുറേ സൈസ് തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട്, നിർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിക്ക് അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. എന്നും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉറങ്ങി മെതയ്ക്ക് ഇങ്ങനെ അങ്ങ് വീഴും. ഇന്നിപ്പോൾ ഞാൻ കരച്ചിലായതുകൊണ്ട് ഇച്ചിരി നേരം എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആദൂട്ടിയുടെ ചേട്ടൻ പറഞ്ഞു, ഇനി ആദൂട്ടിനെ എപ്പോഴും എടുത്തുകൊണ്ടൊന്നും ഇരിക്കരുത്, ആദൂട്ടിനെ എവിടെയെങ്കിലും കിടത്തണം. എടുത്തുകൊണ്ടിരുന്ന ആദൂട്ടിക്ക് ശീലമായതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇരുന്നാട്ടോ എടുക്കുന്നത്. ഇവിടെ ഇരുന്ന് പെട്ടെന്ന് ഒരെണ്ണം എടുത്തിടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഫോൺ അടുത്ത് തന്നെ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തേലും ഒന്ന് പറഞ്ഞിട്ടേക്ക് ഇടാലോ എന്ന്. ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലേ? അതോ പറഞ്ഞിടാലോ എന്നൊക്കെ. ഇന്നേ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെയൊക്കെ നോക്കുന്ന നമ്മളെന്തൊക്കെയോ ഒരു തെറ്റ് ചെയ്തതുപോലെയാണ് കേട്ടോ. ഭയങ്കര ഒരു സഹതാപവും എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ നോക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മക്കൾക്ക് സഹതാപത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മാറുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കുമ്പോൾ നമുക്കത് വല്ലാത്തൊരു വിഷമമാണ്. എന്തോ ഒരു സഹതാപം നിറഞ്ഞിട്ടുള്ളൊരു നോട്ടം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പനി വന്നാൽ നമ്മൾ ചികിത്സിച്ച് മാറ്റിയല്ലേ, അതുപോലെ തന്നെ ഉള്ളൂ. പിന്നെ പനീൻ്റെ അത്ര സ്പീഡിൽ ഇത് മാറിയാലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ അസുഖം. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടത്? കളിയാക്കുവാണോ വേണ്ടത്? അതോ സഹതപിക്കുവാണോ വേണ്ടത്? എന്തിനാണ്? എനിക്ക് ആവശ്യമില്ല കേട്ടോ സഹതാപം കൊണ്ട് ഒന്നും കിട്ടാനില്ല. നമ്മളിങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. സഹതാപത്തിൻ്റെ ഒരാവശ്യവും ഇല്ല കേട്ടോ. അവനെന്താണ്, സാധാരണ മക്കളെ പോലെ ഓടി നടക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അതൊക്കെ പറ്റുന്നേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ പറ്റും. അതിനല്ലേ ഞങ്ങൾ ഈ തെറാപ്പിയൊക്കെ ചെയ്തിട്ട്. അമ്മയാണേലും ആദൂട്ടി അവിടെ ഇരിക്കട്ടെ കേട്ടോ. അമ്മയാണേലും ആദൂട്ടിൻ്റെ അമ്മയാണേലും ഈ കഷ്ടപ്പെടുന്നത് അല്ലേ മോനെ? ഞങ്ങൾക്ക് ഓടി നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ സഹതാപം നിറഞ്ഞ നോട്ടം വേണ്ട കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം വന്നു. പിന്നെ ചിലരുടെ സംശയമാണ്, അസുഖം മാറുമോ, ചികിത്സിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നൂടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊരു ബോധമുണ്ട്, എൻ്റെ ആദൂട്ടിക്ക് മാറും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത് മതി. പിന്നെ കൂടുതലായിട്ട് ആരും കിടന്ന് തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം, ഞങ്ങളുടെ കുടുംബത്തിനറിയാം ആദൂൻ്റെ കാര്യം നോക്കാനും ഞങ്ങളുടെ കാര്യം നോക്കാനും. അപ്പം ഞങ്ങൾക്ക് വീടില്ലാണ്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കുടുംബക്കാരും എല്ലാവരും അവിടെയാണ്. നമുക്ക് അവിടെ പോയി നിൽക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷേ എന്തേലും രീതിയിൽ ആദൂട്ടീനെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബേക്കി എടുക്കുന്നതുകൊണ്ടാണ്. ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങോട്ട് എണീറ്റ് പോകണ്ടല്ലോ എന്ന്. അപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിലൊന്ന് ഒരു കാലിൻ്റെ ഒരു വിരൽ ഒരു ചെറിയൊരു മാറ്റം വന്നപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവരെ ദൈവത്തെ ഓർത്തിട്ട് കുത്തി നോവിക്കാതിരിക്കുക. പിന്നെ നമ്മളെന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ മക്കളുണ്ടാകുന്നതെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. എല്ലാവരുടെയും കുടുംബത്തുണ്ട് കേട്ടോ വയ്യാത്ത മക്കൾ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നൊരു മക്കൾ ഒരു വീണ് പോയി ഇങ്ങനെ ഇരുന്ന് വരുന്നില്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇതൊക്കെ ഒരു അവസ്ഥയാണ്. അതും പറഞ്ഞാൽ എല്ലാവരും സഹതാപം നിറഞ്ഞ നോട്ടവും അത് നമ്മൾ എപ്പോഴും അതേട്ടോ. അത് കൂടുതലും ഈ പ്രായമായ അമ്മമാർക്കൊക്കെയാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ സഹതാപം നിറഞ്ഞൊരു നോട്ടവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇന്ന് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയപ്പോഴും വണ്ടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് മേളിൽ കയറിയിരുന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആ കടയിലുള്ളവരെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച്, ചിലർ നമ്മളറിയുന്നവർ നോക്കിയല്ല, നമ്മളറിയാത്തവർ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു മടിയില്ല. എൻ്റെ കൊച്ചിന് വയ്യാന്നും പറഞ്ഞ് പുറത്ത് കൊണ്ടുപോകുന്നതിനോ കളിപ്പിക്കുന്നതിനോ എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ചെന്ന് എനിക്കൊരു വണ്ടി കിട്ടി. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തിരിച്ച് വരാൻ നേരത്തെ എനിക്ക് വണ്ടിയില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കുറേ മേളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരണം. ശരിക്കും പറഞ്ഞാൽ ആദൂട്ടിനെ കൊണ്ട് നടക്കാൻ ഇച്ചിരി പാടാണ്.
പിന്നെ ഇതിപ്പം 6-7 വയസ്സെങ്കിലും പാറ്റേൻ്റെ അത്രേ ഉള്ളൂ. പാറ്റക്കുരുവാണ്, പാറ്റക്കൊച്ചാണ്, ഇവിടെ ഉണ്ട്, മടിയിലുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവനെ എടുത്തിട്ട് നടന്നു വരുമ്പോൾ കുറച്ച് പേര് അവിടെ കൂടിയിരിക്കുന്നവരെ നമ്മളിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ കുറേ നേരം കൊണ്ട് നോക്കുന്നു. അവരെന്തോ കുനിഞ്ഞിരുന്ന് പറയുന്നു, പിന്നെ നമ്മൾ നോക്കുന്നു, വീണ്ടും അവർ കുനിഞ്ഞിരുന്ന് പറയുന്നു. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചൂടെ, എന്ത് പറ്റിയതാ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നൊക്കെ നമ്മളോട് ചോദിച്ചൂടെ. അങ്ങനെ അവർ സ്വയമായിട്ട് അങ്ങനെ നമ്മളെ നോക്കിയിട്ട് പുറുപുറുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അമ്മമാർക്ക്, എന്നെപ്പോലെയുള്ള അമ്മമാർക്ക് അത് മനസ്സിലാവും. അത് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. എനിക്കൊന്നും തോന്നിയില്ല, കാരണം അവർ പ്രായത്തിൻ്റേതാണെന്ന് വിചാരിച്ച് ഞാൻ അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിലും എന്തൊക്കെയോ വലുത് വന്നാലും നമ്മൾ നേരിടണം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ വന്നത്ര ഇതൊന്നും എനിക്കിനി വരാനില്ല. അപ്പോൾ പിന്നെ അവരെ അങ്ങനെ കാണിച്ചപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ ഇന്നും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു ഓട്ടോ വിളിച്ച് വരുന്നതൊക്കെ. ഇന്നെന്തോ പറ്റിയില്ല, വണ്ടി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് സഹതാപം നിറഞ്ഞ നോട്ടം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങളന്നേരം ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ലൈവിലിരുന്നില്ലേന്ന്. എനിക്ക് ലൈവിലിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് മോണിറ്റേഷൻ ഓണാവുള്ളായിരുന്നു. ലൈവിൽ അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് മോണിറ്റേഷൻ ഓണാവുള്ളായിരുന്നു. അപ്പം ലൈവിലിരിക്കുമ്പോൾ കൊച്ചു കിടക്കുകയില്ലായിരുന്നു കേട്ടോ. മോൻ ഒരു പൊടി നിലത്ത് കിടക്കത്തില്ല. നിലത്ത് കിടത്തിയാൽ തന്നെ കരച്ചിലായിരിക്കും. കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഫുൾ ടൈം ആദൂട്ടീനെ എടുത്ത് വെച്ച് ലൈവിലൊക്കെ ഇരുന്നുകൊണ്ടിരുന്നത്. ഫുൾ ടൈം ഇങ്ങനത്തെ മക്കളെ എടുത്ത് ലൈവിലിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു വിഷമമുള്ള കാര്യമാണ്. പിന്നെ സഹതാപം നിറഞ്ഞ നോട്ടം അതെനിക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേര്. ഇന്നലെ തന്നെ ഒരു ചേച്ചി ഇന്നലത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടു, മോളെ നിങ്ങൾ എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ച് ചേച്ചി കമൻറ്റ് ഇടുകയത്. അപ്പം സഹതാപം ആവശ്യമില്ല. സഹതപിക്കുന്ന സമയം കൊണ്ട് അവരെ ഒന്ന് ചേർത്ത് നിർത്തി നോക്കിക്കേ. അതുവിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരുപാട് പേരുണ്ട്, ഒരുപാട് വയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഒരു വാക്ക് മതിയായിരിക്കും ചിലപ്പോൾ അവർക്കൊരു വലിയൊരു കാര്യം ആകാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങാൻ പറ്റാത്തതും പുറത്ത് ചില അമ്മമാർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതൊക്കെ ആയ ഒരുപാട് മക്കളുണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മക്കളുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെയൊക്കെ നമ്മൾ ചെന്ന് അയ്യോ പാവം അങ്ങനെയല്ല, നമ്മളവരൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി. നമ്മുടെ ഒരു തലോടൽ മതിയായിരിക്കും ഇവിടെ ചിലപ്പോൾ അവർക്ക്. അപ്പുറത്തുനിന്ന് ഒച്ച വരുത്തി ഇപ്പം നിർത്തി കേട്ടോ. അപ്പം എനിക്കിപ്പം അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലായിടത്തും ഇവിടെ മാത്രമല്ല, നമ്മളൊരു പുറത്ത് പോയാലോ ഒരു കല്യാണത്തിന് പോയാലോ എവിടെ പോയാലും. പക്ഷേ ഇവരുടെ ഈ നോട്ടം കൊണ്ടൊന്നും ഞാൻ പോകാതിരിക്കത്തൊന്നുമില്ല. ഞാൻ പോകേണ്ടടുത്തെല്ലാം മോനെയും കൊണ്ട് പോകും. പക്ഷേ സഹതാപം നിറഞ്ഞ നോട്ടം അതൊരു വല്ലാതൊരു ഇറിറ്റേഷൻ ആവുന്നുണ്ട്, ഒരു സങ്കടം. പിന്നെ അതിലും ഇതെന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ, അതും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമില്ലാത്തൊരു കുറ്റമല്ല, അതുമുണ്ട് അല്ലേ. ഇതും കടന്നു പോകും, ഈ അവസ്ഥയും കടന്നു പോകും, കടന്നു പോയേ പറ്റുള്ളൂ. അല്ലേ നമുക്ക് എനിക്കിത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എന്നാലും തളരുമൊന്നുമില്ല കേട്ടോ. ഇപ്പം എടുത്തോണ്ട് വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് നോക്കിയത്. ഇവനെ ഒച്ചപ്പാടുണ്ടാക്കി നോക്കിയത്. വണ്ടി ഇന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഇടാതുവിനെ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ഇങ്ങനൊരു ഇത് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നമ്മൾ നോക്കി ചിരിക്കുക, വർത്തമാനം പറയുക. ഓരോ മനുഷ്യന്മാരങ്ങനെയാണല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനും തോന്നി. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കുക. ഒരിക്കലും സഹതാപം നിറഞ്ഞതിലൂടെ വർത്തമാനം പറയാനും ഒന്നും നിൽക്കരുത്. എല്ലാവരും ചേർത്ത് പിടിക്കാൻ നോക്കുക. അവരും മനുഷ്യരാണ്, അവർക്കും ലോകത്ത് ജീവിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ എല്ലാവരും നോക്കുന്ന പോലെ ഇങ്ങനെ സഹതപിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമ്മൾ വന്നതിൻ്റെ വഴി നോക്കുക. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, സ്പീച്ച് തെറാപ്പി കൊടുക്കുക. അപ്പം സാധാരണ നോർമലായിട്ട് വരും കേട്ടോ, ഒരു പരിധിവരെ നോർമലായിട്ട് വരും. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാറുള്ളൂ. നമ്മുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ടു, ആ മുള്ളു നമ്മൾ എടുത്ത് കളയണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ കാലയിൽ ഒരു മുള്ളു കൊണ്ട് പഴുപ്പ് നമ്മൾ കുത്തിക്കളയണ്ടേ, കളഞ്ഞാലേ പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്തൊക്കെ കിട്ടുമോ, എന്തൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ കിട്ടുമോ അത് മൊത്തം അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇന്നൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ അതുകുട്ടി പഠിച്ചിട്ടുണ്ടാകും, ചെയ്യാൻ പറ്റില്ല അതുകുട്ടിക്ക്, അത് ഉറപ്പാണ്. പക്ഷെ നാളെ അത് ചെയ്യുമ്പോൾ ഇതാകുമ്പോൾ അതുകുട്ടിക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഈ സഹതാപം ഇതൊക്കെ ആയിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് എന്താണ് വേണ്ടത് അത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ മക്കൾ IPS IAS ഒക്കെ ആയിട്ടുണ്ട്, CP ഉള്ള പിള്ളേർ. അപ്പോൾ നമ്മൾ എന്താണോ അവർക്ക് വേണ്ടത് അവർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുക.
അതിനാണല്ലോ സർക്കാർ ഫിസിയോതെറാപ്പിയും സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഒക്കെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നമ്മളതിന് കണ്ടിന്യൂ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ ഈ ഓടുന്നതിൻ്റെ ബലവും ഞാൻ ഈ നടക്കുന്നതിൻ്റെ എല്ലാം ബലം എന്തായാലും 100% അത് ആദൂട്ടിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അത് ഇന്നോ നാളെ കൊണ്ട് റെഡിയാവും എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നതും ആദൂട്ടി കിടന്ന് വേദന തിന്നുന്നതും ഇന്നൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ നല്ല കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും മക്കളെ കരയിപ്പിക്കാൻ അമ്മമാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് 10 പ്രാവശ്യം അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഫിസിയോതെറാപ്പി ചെയ്യേണ്ട സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്യണം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മളെല്ലാം ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ റെഡി ആകത്തുള്ളൂ. അപ്പം അയ്യോ എനിക്കിങ്ങനെ വന്നേന്നും പറഞ്ഞ് കരഞ്ഞു പോയി വീട്ടിൽ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കേണ്ടടുത്ത് നടക്കണം, എവിടെയാണ് ഹോസ്പിറ്റലിലുള്ളതെന്ന് നോക്കേണ്ടടുത്ത് പോകണം. അപ്പം അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണ് ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അവരൊട്ട് ചെയ്യുകയില്ല, നമ്മളൊട്ട് എവിടെയൊക്കെ കൊണ്ടുപോകും, പുറത്തെല്ലാം കൊണ്ടുപോയി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛം. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും കൊണ്ടുപോകും. ഗവൺമെൻറ് ഇതാണ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, എല്ലാവർക്കും കൊണ്ടുപോകാൻ ചികിത്സിക്കാൻ മാറ്റാം. അല്ലാതെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എനിക്കറിയാവുന്നവരുണ്ട് ഈ നടക്കിയാലത്തെ മക്കളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടാകാത്തവർ, വീട്ടിൽ ഇരിക്കുന്നവർ. എനിക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. അവർക്ക് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊക്കെ കഷ്ടപ്പാടാണ്, അവരുടെ മുന്നിൽ ഇതൊക്കെ കഷ്ടപ്പാടാണ്. അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരുടെ സമയം പോകുമല്ലേ. മക്കൾ അവർ കിടക്കട്ടെ, നമ്മൾ നമ്മുടെ പഴി നോക്കി നടക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബലം ഉറപ്പാണ്. അപ്പം നമ്മളിങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള കുറേ പേരുണ്ട്, ഞങ്ങളെപ്പോലെയുള്ള കുറേ അമ്മമാരുണ്ട്. മക്കൾക്ക് നല്ലത് വരണേന്നും വിചാരിച്ച് മക്കൾ ഓടി നടക്കാൻ വേണ്ടി കുറേ അമ്മമാർ കഷ്ടപ്പെടുന്നവരുണ്ട്. കുറേ പേരുണ്ട് വീട്ടിൽ ഇരിക്കുന്നവരുണ്ട് കൊണ്ടാകാതെ. അപ്പം അങ്ങനെയുള്ളവരായിരിക്കും കേട്ടോ കൂടുതലായിട്ടും പറയുന്നത്. ഇന്ന് നേരിട്ട നല്ലൊരു വിഷമമാണത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാമെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്കിങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്കതൊന്ന് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ആർക്കും വേറൊന്നും തോന്നരുത്. പിന്നെ ആദൂട്ടിക്ക് ഇവിടെ ഫ്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആദൂട്ടിക്ക് ഫിസിയോതെറാപ്പി ഇവിടെ ഫ്രീ ആണ്. ബാക്കി ആദൂട്ടിൻ്റെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും മെഡിസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ വായും കൊണ്ട് നമ്മളെ വരുന്നൊരു വാക്ക് ചിലരെ എത്രമാത്രം വിഷമിപ്പിക്കും എന്നുള്ളത് എല്ലാവരും ആലോചിക്കണം. ഇന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു നോട്ടം കൊണ്ട് സഹതാപം നിറഞ്ഞൊരു നോട്ടം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ഫീലായി പോയിട്ടുണ്ടായിരുന്നു. ഞാനിനിയിപ്പോൾ ഏതൊക്കെ ലോകത്ത് പോയിട്ട് എന്തൊക്കെ കിട്ടാൻ പറ്റുമോ, എന്തൊക്കെ വിദ്യാഭ്യാസം അതിന് കൊടുക്കാൻ പറ്റുമോ അത് മൊത്തം ഞാൻ മേടിച്ചു കൊടുക്കും. അത് അവരുടേതായ രീതിയിലായിരിക്കും. ചിലപ്പോൾ ഈ വലിയ മാർക്കോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവരുടേതായ രീതിയിൽ അവർക്കൊക്കെ ഈ ആദൂട്ടിനെ പോലെയുള്ളവർക്ക് എന്തൊക്കെ കിട്ടാൻ പറ്റുമോ, ഇങ്ങനത്തെ മക്കൾക്കൊക്കെ എന്തൊക്കെ കിട്ടുമോ അത് മൊത്തം ഞാൻ മേടിച്ചു കൊടുക്കും കേട്ടോ. അതിനിപ്പം ആര് കൂടെ ഉണ്ടെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും എല്ലാം. പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് മോന് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആദ്യം സഹതാപം ആവശ്യമില്ല കേട്ടോ. അപ്പം അതെ, ആ സ്ഥാനത്ത് അവരൊന്ന് വന്ന് മോനേന്ന് വിളിച്ചാൽ മതിയായിരുന്നു. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. ഞാനിപ്പോൾ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദൂൻ്റേതായ സ്വന്തം അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം താ, അമ്മ എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു കാലത്ത് ഇല്ലാതായി പോയിട്ടുണ്ട്, അമ്മ എനിക്ക് ഇന്നത് വേണം, അത് പറയാനുള്ള ഒരു പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന് ഓടി നടക്കുന്നത്. ഇങ്ങനെ പോകുന്നതിലും എല്ലാവരും വിചാരിക്കും ഇവളൊരു പണിയില്ലാഞ്ഞിട്ട് നടക്കുന്നതാണെന്നൊക്കെ എല്ലാവരും വിചാരിക്കുന്നുണ്ട്, കുറേ പേര് വിചാരിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഞാൻ ആരെ നോക്കിയാലും എൻ്റെ കൊച്ചിന് വേണ്ട എന്താണോ അത് ഞാൻ മേടിച്ചെടുക്കും. ഞങ്ങൾക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല. ആ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു സഹതാപം കൊണ്ട് എന്താവാനാ, ഒന്നും ആവത്തില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരോടെല്ലാം എനിക്കിതൊന്ന് പറയണം തോന്നി. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളെപ്പോലെയുള്ള എല്ലാ അമ്മമാരെ എല്ലാവരും ചേർത്ത് പിടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.